ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിർളവാനില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രിക്നി യാ ഹബീബല്ലാഹ്. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രസ്ഥാന നേതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ 3 ദിനങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിഭവങ്ങളും ആത്മീയ ഉണർവുകളും തുടർന്നങ്ങോട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കുകയും നമ്മുടെ എല്ലാ വിജയത്തിന്റെയും നിദാനമായി ഈ ക്യാമ്പിലുടനീളം നമ്മെ ഓർമ്മപ്പെടുത്തിയത് ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ കൃത്യമായി പിന്തുടരുകയും അവിടുത്തെ മഹനീയമായ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം. കലാലയ പരിസരങ്ങൾ അനാവശ്യ പ്രണയങ്ങളുടെ കലാപാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയും പ്രണയിനിയോ പ്രണയിതാവിനെയോ ലഭിച്ചില്ലെങ്കിൽ നാശമോ ആത്മഹൂതിയോ ചിന്തിക്കുകയോ നടപ്പിൽ വരുത്തുകയോ ചെയ്യുന്ന ഒരു കാലത്ത് വിശുദ്ധമായ സ്നേഹം കൊണ്ടാണ് നമുക്കത് മറികടക്കാനുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇസ്ലാമിക നിഷ്ഠകൾ പരിപാലിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ വഴി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരെക്കാളും സ്നേഹിക്കുമ്പോഴാണ്. ഒരു വിശ്വാസിക്ക് നബി തങ്ങൾ അവരെക്കാൾ അഥവാ സ്വന്തത്തെക്കാൾ കടമപ്പെട്ടതാണ്. അത് ഉപചാരപരമായ ഒരു വാക്കല്ല, അത് കൃത്യമായ ഒരു ഇസ്ലാമിക ദർശനത്തിന്റെ അവതരണമാണ്. അതുകൊണ്ട് ഈ സദസ്സിനോട് സമാപ്തിയോട് ചേരുന്ന ഈ സമയത്ത് പറയാനുള്ളത്, നമ്മുടെ ജീവിത ശുദ്ധിയിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ മാർഗം സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകമറിഞ്ഞ് സ്നേഹിക്കാനും അവിടുത്തെ കാൽപ്പാടുകളെ ജീവിതത്തിൽ പകർത്താനും അവസാനം എന്റെ ജീവൻ വേണമെങ്കിൽ അത് നൽകാം എന്ന വിധത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിശുദ്ധ സ്നേഹമാണ് നമ്മെ നയിക്കാനുള്ളത്. ആ സ്നേഹത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ പവിത്രമാക്കാനുള്ളത്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വഫാത്തായി കഴിഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലയോ ബിലാൽ, നിങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഇവിടെ വാങ്ങുകൊടുത്ത ആളാണ്. അതുകൊണ്ട് ഇനിയും അത് തുടരണം. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത മദീനയിൽ വാങ്ങു നൽകാൻ എനിക്ക് സാധ്യമല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിൽ വെച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ വാങ്ങിന്റെ ഒലി മുഴക്കി എനിക്ക് ഇനി ഇവിടുത്തെ അസാന്നിധ്യത്തിൽ അത് സാധ്യമല്ല. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലയോ ബിലാൽ, നിങ്ങൾ തുടർന്നും ഇവിടെ വാങ്ങു നൽകണം എന്നാണ് എന്റെ ആഗ്രഹമുള്ളത്. വാങ്ങു കൊടുക്കുക എന്ന മഹനീയമായ കർമ്മം നിങ്ങൾ ഇവിടെ നിർവഹിക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ സ്നേഹത്തിന്റെയും എന്റെ അനുരാഗത്തിന്റെയും എല്ലാമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത മദീനയിൽ വാങ്ങുകൊടുക്കാൻ എനിക്കു കഴിയില്ല. വീണ്ടും ആവർത്തിച്ചപ്പോൾ ബിലാല് തങ്ങൾ അവസാനത്തെ ആയുധം പ്രയോഗിക്കുകയാണ്, അല്ലയോ സിദ്ദീഖ് അവർകളെ, നിങ്ങളെ പണ്ട് ഉമയ്യത്തിന്റെ ചാട്ടവാറിന്റെ കീഴിൽ നിന്ന് എനിക്ക് മോചനം നൽകിയത് നിങ്ങളെ അനുസരിക്കാനാണെങ്കിൽ ഞാനത് ചെയ്തു കൊള്ളാം. അതല്ല, നിങ്ങൾ എന്നെ ഇന്നലകളിൽ ഉമയ്യത്തിന്റെ പീഡനങ്ങളിൽ നിന്ന് മോചനം നൽകിയത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ എന്നെ ഒഴിവാക്കി തരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പിടയ്ക്കുകയാണ്, നേത്രങ്ങൾ നനയുകയാണ്, കവിൾത്തടം അതാ കണ്ണുനീർ കൊണ്ട് നനയുകയാണ്.
ഉടനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലയോ ബിലാലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഈ വാങ്കിനോട്, മദീനയോട്, തിരുനബി തങ്ങളുടെ മഹിഷ്ഠ സന്നിധാനത്തിൽ നിന്ന് വാങ്കൊലി മുഴക്കിയ നിങ്ങളുടെ മധുസ്വരങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നിങ്ങളെ ഞാൻ മോചിപ്പിച്ചത് എന്നെ അനുസരിക്കാൻ വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ എന്നെ വിട്ടേക്കുക. എന്റെ സ്നേഹഭാജനമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇല്ലാതിരിക്കെ, അഥവാ ഭൗതിക ശരീര സാന്നിധ്യമില്ലാതിരിക്കെ എനിക്ക് വാങ്ങുകൊടുക്കാൻ കഴിയൂല. ബിലാൽ തങ്ങൾക്ക് മദീനയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. മദീനയിൽ നിന്ന് ഡമാസ്കസിലേക്ക് പോവുകയാണ്. നീട്ടിപ്പറയുന്നില്ല, ഡമാസ്കസിൽ ഏറെ നാൾ താമസിച്ച് ഒരു രാത്രിയിൽ വിശ്രമിക്കുമ്പോഴാണ് അതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ആവേശമായ, ഹൃദയത്തിന്റെ പ്രകാശമായ, സകലമാന വിജയത്തിന്റെയും നിദാനമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കനവിൽ വന്നുകൊണ്ട് പറയുന്നു, അല്ലയോ ബിലാലേ, മാ ഹാദിഹിൽ ജഫ്വതു യാ ബിലാൽ, ഇതെന്ത് പിണക്കമാണ്? എത്ര നാളായി മദീന വിട്ടുപോയിട്ട്. അമാ ആനലക അൻ തസൂറനി യാ ബിലാൽ, ഒന്ന് മദീനയിലേക്ക് വരാൻ നേരമായില്ലേ ബിലാലേ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഉടനെ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. മദീനയിൽ വന്നു. മദീനയിൽ വരുമ്പോൾ ഹസനൈനി എവിടെയുണ്ട്, അഥവാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടികളാണ്. വന്ന് സ്വീകരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ബിലാൽ തങ്ങളെ, അവിടുന്ന് പോയതിൽ പിന്നെ ഹബീബിന്റെ അസാന്നിധ്യവും ഹബീബിന്റെ മുഅദ്ദിനിന്റെ അസാന്നിധ്യവും ഞങ്ങൾ അറിയുകയാണ്. ഒന്ന് വാങ്ങു കൊടുക്കുമോ ബിലാൽ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിരസിക്കാൻ കഴിയുന്നില്ല. കാരണം നേരത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആയുധ പ്രയോഗമെന്ന പോലെ അവിടുത്തോട് വിട്ടുനിൽക്കാൻ ഒരു ന്യായം പറയാനുണ്ടായിരുന്നു. മുത്തുനബി തങ്ങളുടെ പൗത്രന്മാരോട് ഞാൻ എന്ത് പറയാനാണ്? അവസാനം നിസ്സഹായനായി മദീനയുടെ മസ്ജിദിൽ നിന്ന് കാലങ്ങൾക്കു ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കൊലി മുഴങ്ങുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന മഹനീയമായ വാങ്കൊലി മുഴങ്ങുമ്പോ മദീനയുടെ അകത്തളങ്ങളിൽ നിന്ന് ആളുകൾ മദീനയുടെ തെരുവിലേക്ക്, മസ്ജിദിന്റെ ചാരത്തേക്ക് വരികയാണ്. ആ വരുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഹബീബായ തങ്ങളുടെ കാലത്തിന്റെ പുനഃസ്ഥാപനമാണ്, അനുരാഗത്തിന്റെ ജ്വലനമാണ്, സ്നേഹത്തിന്റെ പുനർവായനയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കൊലി കേട്ടപ്പോൾ, ഈ വാങ്ക് കൊടുക്കാൻ തുടക്കം കുറിച്ച, ഇത് കേട്ട് സന്തോഷിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഹൃദയത്തിലേക്ക് വരുന്നു. ബിലാൽ തങ്ങൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴേക്ക് ഹൃദയത്തിലേക്ക് ഹബീബ് കടന്നു വരികയാണ്. അനുരാഗത്തിന്റെ വജുദ്, ഹൃദയത്തിന്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ബിലാൽ തങ്ങളുടെ വാങ്ക് മുറിഞ്ഞു പോവുകയാണ്. ചരിത്രം പറയുന്നത്, ആളുകൾ ചെന്ന് ബിലാൽ തങ്ങളെ താങ്ങിയെടുക്കുകയാണ്. ആ മദീനയുടെ ഹൃദയസ്ഥലികളിൽ അനുരാഗത്തിന്റെ ജ്വാലയുയർത്തി അവരുടെ കവിൾത്തടങ്ങളിൽ കണ്ണീർ ചാലുകൾ തീർത്ത സ്നേഹത്തിന്റെ ലോകമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മദീന കരയുകയാണ്. ഹബീബായ തങ്ങളെ വഫാത്തായതിൽ പിന്നെ മദീന ഏറ്റവും കരഞ്ഞത് ബിലാൽ തങ്ങളുടെ വാങ്കൊലി വീണ്ടും അവിടെ മുഴങ്ങിയപ്പോഴാണെന്ന് ചരിത്രം നമ്മോട് പറയുമ്പോൾ, ഉമറുൽ ഫാറൂഖ് തങ്ങളെ പിന്നീട് ഡമാസ്കസിൽ ചെന്നപ്പോ അവിടത്തെ പള്ളിയിലൊന്ന് വാങ്ങുകൊടുക്കാൻ മഹാനരായ ബിലാൽ തങ്ങളോട് പറഞ്ഞു. അപ്പോഴും ഇതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു വീഴുകയാണ്.
പ്രിയമുള്ളവരെ, നമ്മുടെ ഏകാന്തതയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത് കലാലയത്തിന്റെ പരിസരത്ത് നിന്ന് അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് മാടി വിളിക്കുന്ന ഒരു തരുണിയുടെ ചിത്രമല്ല, ഏതോ ഒരു പെണ്ണിന്റെ മോഹനമായ ചിത്രമല്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത് ഇരുലോക വിജയത്തിന്റെ വഴികാട്ടിത്തന്ന് നമ്മുടെ കൈപിടിച്ച് ഏകാന്തതയിൽ നമുക്ക് സമ്പന്നത നൽകാൻ പറ്റുന്ന ഹബീബിനോടുള്ള പ്രണയമാണ്. ആ സ്നേഹത്തിൽ നിന്ന് നാളെ സ്വർഗീയ കവാടത്തിൽ നമ്മളെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ് ഖബറിടങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോ അവിടെ നമ്മെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നായകരെ കരുതി വെക്കാനുള്ള സ്നേഹവസന്തമാണ് ഇവിടുന്ന് ഒരുങ്ങേണ്ടത്. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടി മഹനീയമായി സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഈ കൂട്ടുകാരിൽ ആരുടെയെങ്കിലും ഹൃദയങ്ങളിൽ ഏതോ ഒരന്യ പെണ്ണിനോട് അവിഹിതമായ സ്നേഹത്തിന്റെ തന്തുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എല്ലാ ലോകത്തെയും വിജയത്തിന്റെ കാരണമാകുന്ന നബി സ്നേഹത്തിന്റെ ജ്വാലകളെ സ്ഥാപിച്ചു തരണേ അല്ലാ. അങ്ങനെ ഒരു വിശുദ്ധമായ ജീവിതം ഞങ്ങൾക്ക് നൽകി അവസാനം മരിക്കുന്ന നേരത്ത് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട്, അവസാനം ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം ഞങ്ങൾക്ക് സമ്മാനിക്കണേ അല്ലാ. ഈ ജീവിതത്തിലുടനീളം അവിടുത്തെ വിശുദ്ധ സ്നേഹത്തിന്റെ വസന്തങ്ങളെ ഏറ്റുവാങ്ങി അവിടുത്തെ തിരുചര്യകളെ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഈ സംഘടിപ്പിച്ച സംഘാടനത്തിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് വരും കാലങ്ങളുടെ ധർമ്മസമരത്തിന്റെ ജ്വാലകളും അതിന്റെ പതാകകളും ഏറ്റുവാങ്ങിയിട്ട് പോകുന്ന കലാലയ പരിസരങ്ങളിൽ, എത്തുന്ന നാടുകളിൽ, സേവന മേഖലകളിൽ തിരുചര്യകളെ ജീവത്താക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം സിരകളിൽ ഓടുന്ന മഹനീയരായ, അതും ഒരുപാട് സൽക്കർമ്മങ്ങളുടെ അമരത്ത് നിന്ന് കോടാനുകോടി സ്വലാത്ത് വർഷിച്ച ഒരു നഗരിയിൽ നമുക്ക് സാധാരണ പ്രോഫ് സമിറ്റുകളൊക്കെ ഓരോ ക്യാമ്പസിൽ നടക്കുമെങ്കിലും നമുക്ക് അസുലഭമായ ഒരു അവസരമാണ് കോടാനുകോടി സ്വലാത്ത് വർഷിച്ച ഒരുപാട് സയ്യിദന്മാരും ആലിമീങ്ങളും ആഗോളതലത്തിൽ നിന്ന് എത്തിച്ചേർന്ന മഹനീയരായ ഉള്ളാൾ സയ്യിദ് അവർകൾ താജുൽ ഉലമ റഹിമഹുല്ലാ തുടങ്ങിയുള്ള മഹാന്മാരെല്ലാം നേതൃത്വം കൊടുത്ത ഈ നഗരിക്ക്, ഈ അന്തരീക്ഷത്തിന് എല്ലാം സ്വലാത്തിന്റെയും മഹബത്തിന്റെയും മന്ത്രങ്ങളാണ് ആത്യന്തികമായി പറയാനുള്ളത്. ഇവിടെ വെച്ച് നമുക്ക് ആതിഥ്യം അരുളി നമുക്കൊരുപാട് അവസരങ്ങൾ, സൗകര്യങ്ങൾ ചെയ്തു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ആധികാരികമായി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സന്തോഷ വായ്പകൾ നേർന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവർകൾക്കും നമ്മുടെ എല്ലാ നേതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഇത്രയും സമ്പന്നമായി നമുക്ക് സ്വീകരണവും സൗകര്യവും ഒരുക്കിയ മഹത്തായ മഅദിൻ സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ ലോകോത്തരമായ ഇസ്ലാമിക കലാലയമായി മാറിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഉന്നതങ്ങൾ നേടാൻ നിങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും സഹകരണവും ഉണ്ടാകണമെന്ന് സ്ഥാപനങ്ങളുടെ ഉസ്താദുമാരുടെ ഒരു സേവകൻ എന്ന നിലക്ക് സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്ത നാട്ടിലെ പ്രവർത്തകർ, പ്രദേശത്തുള്ള SSFന്റെയും SYSന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും യൂണിറ്റുകൾ പ്രവർത്തകർ, അതുപോലെ വീടുകളിൽ നിന്ന് വിഭവങ്ങൾ നൽകിയവർ, എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ എല്ലാവർക്കും സന്തോഷം നേർന്ന് എല്ലാവർക്കും വേണ്ടി ഈ പ്രസ്ഥാന കുടുംബത്തിന്റെ വലിയ ഭാഗമാകുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ഈ സ്ഥാപനത്തിന്റെ ചെയർമാനും ആത്മീയ കേരളത്തിന്റെ അമരക്കാരനുമായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അവറുകളെ ഈ സദസ്സിന്റെ പരിസമാപ്തി കുറിച്ച് പ്രാർത്ഥന നടത്തി നമുക്ക് അനുഗ്രഹങ്ങൾ നേർന്നു തരാൻ വേണ്ടി ആദരവോടുകൂടി ക്ഷണിച്ചുകൊണ്ട് ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.